പോളിംഗ് സാമഗ്രികളുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, തിരുവനന്തപുരത്ത് എത്ര പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്? എവിടെ നിന്നാണ് പോളിംഗ് സാമഗ്രികൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും അല്പസമയത്തിനകം തന്നെ സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം, നാളെ രാവിലെ കൃത്യം 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കൃത്യമായ രീതിയിൽ രാവിലെ 8 മണിയോടുകൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് സംഗീത കോളേജിലാണ്. സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ നിലവിൽ ഉള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളാണുള്ളത്. പ്രധാനമായും തിരുവനന്തപുരം മണ്ഡലം, ഒപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലം, ഈ 2 മണ്ഡലങ്ങളിലും ആയിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം 2 കേന്ദ്രങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇവിടെ നിന്നും തിരുവനന്തപുരം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുന്നതാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് സ്ട്രോങ് റൂം. ഇവിടെ നിന്നാണ് പോളിംഗ് സാമഗ്രികൾ അല്പസമയത്തിനകം തന്നെ ഈ സ്ട്രോങ് റൂം തുറന്നാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യുക. അതിനുശേഷം അതാത് പോളിംഗ് ബൂത്തുകളിലേക്കുള്ളവർ തന്നെയായിരിക്കും, അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർമാർ തന്നെയായിരിക്കും എത്തി ആ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുക. അതിനുശേഷം അവർ കൃത്യമായ രീതിയിൽ അത് പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോയി അവിടെ സജ്ജീകരിച്ചതിനു ശേഷം ഈ പറയുന്ന പോലെ, ഇവിടെ കാണുന്ന പോലെ തന്നെയുള്ള ശക്തമായ സുരക്ഷാ സംവിധാനത്തിൽ തന്നെയായിരിക്കും അവിടെയും പോളിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുക. ആ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ ബൂത്ത് തലത്തിലും ഒരുക്കിയിട്ടുണ്ട്. കാരണം സംസ്ഥാന പോലീസിനെ കൂടാതെ കേന്ദ്രസേന അടക്കം സംസ്ഥാനത്ത് ഈ പോളിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ കൃത്യമായ രീതിയിൽ സുരക്ഷാ സംവിധാനം എല്ലാ പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ചും ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രശ്നബാധിത ബൂത്തുകൾക്ക് കൂടുതലായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ആദ്യമായി പ്രശ്നസാധ്യതാ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വെബ്കാസ്റ്റിംഗ് സംവിധാനവും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത്. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായി തന്നെ 6 മണിക്ക് തന്നെ, കൃത്യം 6 മണിക്ക് മോക്ക് പോൾ നടക്കുന്നതായിരിക്കും. ഓരോ ബൂത്തുകളിലും ഇത്തരത്തിൽ മോക്ക് പോൾ നടത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെയും വിവിപാറ്റിന്റെയും കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും ഏതായാലും വോട്ടിംഗ് ആരംഭിക്കുക. ഈ രീതിയിലാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ നിന്നും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. ഷീജ, കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെയാണോ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉൾപ്പെടെയുള്ള നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരുന്നത്? എത്ര മണിവരെയായിരിക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉണ്ടാവുക? അശ്വതി, തീർച്ചയായും കൃത്യമായ രീതിയിൽ കളക്ടർ തന്നെയാണ് ഇതിനൊരു മേൽനോട്ടം വഹിക്കുന്നത്. ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ട്. നിരവധി ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെതായിട്ടുള്ള പ്രത്യേക ചുമതലകൾ നൽകിയിട്ടുണ്ട്. അവരായിരിക്കും ഓരോ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ അവർക്ക് പരിശീലനം വരെ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അവർ തന്നെ ഓരോ ഉദ്യോഗസ്ഥർക്കും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചുമതലയും നൽകിയിട്ടുള്ളത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു നടപടികൾ തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിന് കർശനമായ നിർദ്ദേശം ജില്ലാ കളക്ടർ കെ വാസുകി നൽകിയിട്ടുണ്ട്. കാരണം ആ രീതിയിൽ പൂർണ്ണമായും പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സഞ്ചികൾ വരെ ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പോളിംഗ് സ്റ്റേഷനുകൾ, അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ, അവിടങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് വിമുക്ത കേന്ദ്രങ്ങളാക്കി ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. ഏതായാലും ആ രീതിയിൽ കൃത്യമായ രീതിയിൽ പരിശീലനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ എല്ലാവരും അവരുടെ ഓരോ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളും വാങ്ങിക്കൊണ്ട് അവരുടെ ബൂത്തുകളിലേക്ക് എത്തി അവിടെ കൃത്യമായ രീതിയിൽ പോളിംഗ് സാമഗ്രികളെല്ലാം തന്നെ സജ്ജീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് അവസാന ഘട്ടത്തിൽ ഒന്നുകൂടി പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും ഓരോ ബൂത്തുകളിലും കൃത്യമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ പോലീസിനെ വിനിയോഗിച്ചുകൊണ്ട് അതിന് പൂർണ്ണമായ രീതിയിൽ സുരക്ഷയൊരുക്കുക. ഏതായാലും ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ നിലവിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. ഓരോ ബൂത്തുകളിലുള്ളവരും കൃത്യമായ രീതിയിൽ വന്ന് ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പ്രത്യേകമായി വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെയായിരിക്കും അവർ ഓരോ പോളിംഗ് ബൂത്തുകളിലേക്കും പോവുക. ഷീജ, ഒരു കാര്യം കൂടി, പ്രശ്നബാധിത ബൂത്തുകളിൽ ഏത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്?
തീർച്ചയായും സംസ്ഥാനത്ത് ഉള്ള പ്രശ്നബാധിത ബൂത്തുകൾ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ, മറ്റൊന്ന് അതീവ പ്രശ്ന സാധ്യതാ ബൂത്തുകൾ, മൂന്നാമത് ഒരു വിഭാഗം എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പോളിംഗ് ബൂത്തുകൾ. ഈ രീതിയിലാണ് പോളിംഗ് ബൂത്തുകൾ, അതായത് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ തീവ്രമായുള്ള പ്രശ്ന സാധ്യതാ ബൂത്തുകൾക്ക് കൂടുതൽ സുരക്ഷ നിലവിൽ ഇപ്പോൾ ഏതായാലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കേന്ദ്രസേനയുടെ CRPFന്റെയും അതോടൊപ്പം തന്നെ BSFന്റെ ഉൾപ്പെടെ അവരെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് മറ്റൊന്ന് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകളാണ്. അവിടെയും ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, ഏതായാലും സുരക്ഷാ സംവിധാനത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു കൃത്യമായ നിർദ്ദേശം നേരത്തെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും സംസ്ഥാന പോലീസിനെ വിന്യസിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ DGP ഏകോപിപ്പിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെയാണ് ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പറഞ്ഞ പോലെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഇത്തവണ ആദ്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രശ്ന സാധ്യതാ ബൂത്തുകൾക്ക് പ്രത്യേകമായി വെബ്കാസ്റ്റിംഗ് സംവിധാനം ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അശ്വതി. ശരി ഷീജ. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം അവശേഷിക്കെ നിശബ്ദ പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. രാവിലെ 8 മണിയോടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കേരളം നാളെ പോളിംഗ് ബൂത്തിൽ എത്താനിരിക്കെ ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. അവസാന വോട്ടും പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളിലാണ് മൂന്ന് മുന്നണികളും. ശബ്ദപ്രചാരണത്തിന് തിരശ്ശീല വീണതോടെ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. തെക്കൻ കേരളത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ ചില പ്രധാന വ്യക്തിത്വങ്ങളെ കണ്ട് സഹായം അഭ്യർത്ഥിക്കും. മണ്ഡലങ്ങളിൽ വിട്ടുപോയ പ്രദേശങ്ങളും സന്ദർശിക്കും. പാർട്ടി പ്രവർത്തകർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയിറങ്ങി അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളിലുമാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ മുതൽ ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. 2,61,51,534 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 1,34,64,251 പേർ സ്ത്രീ വോട്ടർമാരുമാണ്. 1,26,84,839 പുരുഷ വോട്ടർമാരുമാണ്. 2,88,191 പേർ കന്നി വോട്ടർമാരാണ്. 24,970 പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെയുള്ളത്. പ്രശ്നസാധ്യതയുള്ള 3,621 പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മധ്യകേരളത്തിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്കും ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിനം. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. 1.5 മാസത്തോളം നീണ്ട പ്രചരണവും സമാപനമായി നടന്ന കൊട്ടിക്കലാശവും പൂർത്തിയായതോടെ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. മധ്യകേരളത്തിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളും ഇന്നും സജീവമായി വോട്ട് തേടും. പരസ്യപ്രചരണം ഒഴിവാക്കി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനായിരിക്കും ഈ അവസാന മണിക്കൂറുകളിലെ ശ്രമം. പ്രമുഖ നേതാക്കൾക്കൊപ്പം നഗരപ്രദേശങ്ങളിൽ കടകൾ കയറിയും ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചും പ്രചരണം നടത്താനാണ് ഇടത് സ്ഥാനാർത്ഥികളുടെ തീരുമാനം. പ്രമുഖരെ ഒരിക്കൽ കൂടി കണ്ട് പിന്തുണ ഉറപ്പിക്കാനാണ് UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് നടക്കും. മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, തൃശൂർ എന്നീ മണ്ഡലങ്ങളിലായി 7 കേന്ദ്രങ്ങൾ വഴിയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക. വോട്ടിംഗ് മെഷീനുകൾ അടക്കമുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണത്തിന് തയ്യാറായി കഴിഞ്ഞു. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വിന്യാസവും പൂർത്തിയായി. ജില്ലാ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങളും തയ്യാറായിട്ടുണ്ട്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാരായ ജില്ലാ കളക്ടർമാർ എല്ലാ ഒരുക്കങ്ങൾക്കും നേതൃത്വം നൽകുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്ക് പുറമെ രാജ്യത്തെ 96 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും 3ാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതോടെ തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് 3ാം ഘട്ടത്തിലാണ്. കേരളത്തെ കൂടാതെ 12 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 116 മണ്ഡലങ്ങളാണ് വോട്ടവകാശം വിനിയോഗിക്കുക. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ചൊവ്വാഴ്ച വിധിയെഴുതും. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ്. UPയിലെ 10ഉം ഛത്തീസ്ഗഡിലെ 7ഉം ഒഡീഷയിലെ 6ഉം പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും 5 വീതവും അസമിലെ 4 മണ്ഡലങ്ങളും
പോളിംഗ് ബൂത്തിലെത്തും. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്. LK അദ്വാനി പ്രതിനിധീകരിച്ചിരുന്ന ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്ന BJP അധ്യക്ഷൻ അമിത്ഷായും വയനാട്ടിൽ ജനവിധി തേടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമാണ് മൂന്നാം ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. സ്വന്തം തട്ടകമായ മെയിൻപുരിയിൽ നിന്ന് മുലായം സിംഗ് യാദവ് ജനവിധി തേടും. ഫിറോസാബാദിൽ യാദവ കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ മുലായത്തിന്റെ അനുജൻ ശിവപാൽ യാദവും മുലായത്തിന്റെ ബന്ധു രാംഗോപാൽ യാദവിന്റെ മകൻ അക്ഷയ് യാദവും തമ്മിലാണ് മത്സരം. രാംപൂരിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനെ നേരിടുന്നത് BJPയിലെ ജയപ്രദയാണ്. ബീഹാറിലെ മധേപുരയിൽ നിന്ന് RJD ടിക്കറ്റിൽ ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ് ജനവിധി തേടും. ബാരാമതിയിൽ നിന്ന് സുപ്രിയ സുലെ വീണ്ടും മത്സരിക്കുമ്പോൾ പിലിഭിത്തിൽ നിന്നാണ് വരുൺ ഗാന്ധിയുടെ മത്സരം. ഗുൽബർഗയിൽ മല്ലികാർജുന ഖാർഗെ, ഉത്തരകന്നഡയിൽ അനന്ത്കുമാർ ഹെഗ്ഡെ, ഷിമോഗയിൽ BY രാഘവേന്ദ്ര എന്നിവരാണ് കർണാടകയിൽ നിന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. കൈരളി ന്യൂസ്, ദില്ലി. വടകര വില്യാപ്പള്ളിയിൽ LDF മഹിളാ പ്രവർത്തകരുടെ പ്രകടനത്തിന് നേരെ UDF അക്രമം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 16 പേർക്ക് പരിക്ക്. ഞായറാഴ്ച വൈകിട്ടാണ് മഹിളാ പ്രകടനത്തിനും ഫ്ളാഷ് മോബിനും നേരെ UDF പ്രവർത്തകർ മുളകുപൊടി വിതറി കല്ലേറ് നടത്തിയത്. പ്രകടനത്തിന് നേരെ ഏകപക്ഷീയമായി UDF പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. രക്ഷിക്കാനെത്തിയ LDF പ്രവർത്തകരെയും ആക്രമിച്ചു. തലക്ക് ഗുരുതര പരിക്കേറ്റ കോറോത്ത് നാണുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK മോഹനൻ, LJD മണ്ഡലം പ്രസിഡന്റും LDF കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി വർക്കിംഗ് ചെയർമാനുമായ കടിഞ്ഞോത്ത് മീത്തൽ ബാബു എന്നിവർക്കും ഗുരുതര പരിക്കേറ്റു. തച്ചിലേരി ഉഷ, മലയിൽ ഗീത, സമീപകാലത്ത് ലീഗിൽ നിന്നും രാജിവെച്ച് LDFുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന താഴത്തുമടത്തിൽ ഉബൈദ് തുടങ്ങി നിരവധി പേർക്ക് പരിക്കേറ്റു. ശക്തമായ കല്ലേറിൽ തലക്കും കാലിലും നെഞ്ചിലുമാണ് മിക്കവർക്കും പരിക്കേറ്റത്. അമരാവതിയിൽ നിന്നും ആരംഭിച്ച ഫ്ളാഷ് മോബും പ്രകടനവും ഗാന്ധി സദനത്തിന് സമീപം പരിപാടി അവതരിപ്പിച്ചതിന് ശേഷം വില്യാപ്പള്ളി ടൗണിലേക്ക് പ്രവേശിക്കവെയായിരുന്നു അക്രമം. അക്രമികളെ തുരത്താൻ പോലീസ് 9 തവണ ഗ്രനേഡ് എറിഞ്ഞു. പരിക്കേറ്റവരെ വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LDF സ്ഥാനാർത്ഥി P ജയരാജൻ, CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, AN ഷംസീർ MLA, മനയത്ത് ചന്ദ്രൻ തുടങ്ങിയവർ പരിക്കേറ്റവരെ സന്ദർശിച്ചു. കല്ലും അതുപോലെ തന്നെ തൊട്ടടുത്ത ഡേമാർട്ടിൽ നിന്ന് മുളകുപൊടി ഉൾപ്പെടെ വാങ്ങിച്ചുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രകടനത്തെ ആക്രമിച്ചത്. പരാജയ ഭീതി മൂലം വടകരയിൽ പരാജയം സമ്മതിച്ചവർ പരാജയ ഭീതി മൂലം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊട്ടിക്കലാശത്തിനിടെ അമ്പലപ്പുഴയിൽ RSS BJP സംഘം നടത്തിയ അക്രമം വർഗീയ കലാപം ലക്ഷ്യമിട്ടാണെന്ന് LDF നേതാക്കൾ. അക്രമത്തിൽ പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ദേശീയപാതയോരത്തെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിനും കാണിക്ക വഞ്ചിക്കും നേരെയാണ് BJP സംഘം ബോധപൂർവം അക്രമം നടത്തിയത്. അമ്പലപ്പുഴയിൽ നടന്ന കൊട്ടിക്കലാശത്തിനിടയിലാണ് BJPയുടെ നേതൃത്വത്തിൽ ഹൈവേ ഉപരോധിക്കാനും ഇത് തടയാൻ ശ്രമിച്ച അമ്പലപ്പുഴ CA അടക്കമുള്ളവരെ ആക്രമിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ ചിലർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കാണിക്ക വഞ്ചിയോട് ചേർന്നുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം എറിഞ്ഞു തകർക്കാനും ശ്രമിച്ചതായി ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞു. ഒരു കൂട്ടം വലതുപക്ഷ തീവ്രവാദ സ്വഭാവമുള്ള BJP RSS പ്രവർത്തകർ കണ്ണിൽ കണ്ടവരെല്ലാം കല്ലെറിഞ്ഞു ആക്രമിച്ചു. ഇടതുപക്ഷ പ്രവർത്തകർക്കും സ്ത്രീകൾ ഉൾപ്പെടെ വലിയ തരത്തിൽ പരിക്കേറ്റുകയാണ്. ഒരു പാർട്ടിയിലും ഇല്ലാത്തവർക്കും പരിക്കേറ്റു. 30ഓളം ആളുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇടതുപക്ഷ പ്രവർത്തകർ വട്ടം കൂടി നിന്നതുകൊണ്ട് മാത്രമാണ് വിഗ്രഹത്തിനെതിരെയുള്ള ആക്രമണം തടയാൻ കഴിഞ്ഞതെന്നും വർഗീയ കലാപം സൃഷ്ടിച്ച് വോട്ട് മറിക്കാനുള്ള നീക്കമാണ് BJPയും കോൺഗ്രസും ചേർന്ന് നടത്തിയതെന്നും ഇടതുപക്ഷ നേതാക്കൾ ആരോപിച്ചു. വോട്ട് കച്ചവടത്തിന് കളമൊരുക്കാൻ കൂടിയുള്ള ഒരു പദ്ധതിയാണ്. ഒരു വെടിക്ക് 2 പക്ഷിയാണ് അവർ ആലോചിച്ചെന്നാണ് തോന്നുന്നത്. കാരണം ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് LDF പ്രവർത്തകരും ആ നാട്ടിലെ നാട്ടുകാരും വിശ്വാസികളെല്ലാം കൂടി സംരക്ഷണം കൊടുത്തുകൊണ്ട് വിഗ്രഹം തകർക്കാനുള്ള അവരുടെ നീക്കത്തെ തകർക്കാൻ പറ്റും. വിഗ്രഹം തകർന്നിരുന്നു എങ്കിൽ കേരളമൊട്ടാകെ ഇതും പറഞ്ഞ് വലിയ സംഘർഷത്തിനുള്ള കളമൊരുക്കാനായിരുന്നു പദ്ധതിയിട്ടത്. ഓരോ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ അവസരം നൽകിയിട്ടും ഇത് മറികടന്ന് ചിലർ കയ്യേറ്റം നടത്താനുള്ള ശ്രമമാണ് ഇത്തരത്തിലൊരു കലാപത്തിന് വഴിവെച്ചതെന്നും ഇവർ പറഞ്ഞു. സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു വാഹനം പോലീസ് പിടികൂടിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇടതു നേതാക്കൾ ആവശ്യപ്പെട്ടു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊട്ടിക്കലാശത്തിന് പിന്നാലെ ആലത്തൂരിൽ UDFന്റെ ആസൂത്രിത അക്രമം. MLA KD പ്രസന്നൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് നേതാവ് പാളയം പ്രദീപ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ LDF പ്രവർത്തകരുടെ നേരെ കല്ലെറിയുകയായിരുന്നു. അക്രമത്തിന് ശേഷം CPM ആക്രമണം നടത്തിയെന്ന് വ്യാജ പ്രചാരണവും.
ആലത്തൂരിൽ പരസ്യപ്രചാരണ പരിപാടി കഴിഞ്ഞ ശേഷം മടങ്ങുന്നതിനിടെയാണ് UDF പ്രവർത്തകർ വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടത്. റോഡരികിലെ ബോർഡുകൾ ഉൾപ്പെടെ UDF പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാന്തരീക്ഷം ഉടലെടുത്തു. ഇതിനു പിന്നാലെ കോൺഗ്രസ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് പാളയം പ്രദീപിന്റെ നേതൃത്വത്തിൽ LDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ ആലത്തൂർ MLA KD പ്രസേനന് ഗുരുതരമായി പരിക്കേറ്റു. മേലാർക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മായൻ, സന്തോഷ്, 15 വയസ്സുകാരനായ അബു എന്നിവർക്കും പരിക്കേറ്റു. 2 പോലീസുകാർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ആസൂത്രിതമായി UDF പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കി കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മുൻകൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ വളരെ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ജനം തിരിച്ചറിയും. ഇതിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. അതിനൊന്നും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്, ആരാണ് ഈ സംഭവത്തിൻ്റെ പിന്നിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണോ, UDFന്റെ പ്രവർത്തകരാണോ, ആരാണെന്ന് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് ഇവിടെ മൂടിവെക്കാനൊന്നുമില്ല. സംഭവത്തിന് പിന്നാലെ CPIM ആക്രമണം നടത്തിയെന്ന് പ്രചരിപ്പിച്ച UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും കോൺഗ്രസ് MLA അനിലക്കരയും ആശുപത്രിയിലെത്തി. എന്നാൽ ഇരുവർക്കും പരുക്കൊന്നും ഉണ്ടായിരുന്നില്ല. UDF ആക്രമണം മൂടിവെച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് UDF നേതാക്കളുടെ ശ്രമം. കൈരളി ന്യൂസ്, പാലക്കാട്. ഇടുക്കിയിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ടെന്നും അതിനാൽ തന്നെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കള്ളപ്രചാരണം നടത്തുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് മൗനപ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആണ്. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ? മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണും. മിക്കവാറും എല്ലാ നിയോജക മണ്ഡലത്തിലെയും നമ്മളുടെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന മറ്റ് സംഘടനകളും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ കൂടി ആലോചിക്കും. നാളത്തെ പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അത് ഏറ്റവും സുഗമമായി നടത്തുന്നതിനുള്ള പൊതുവായൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാവും. പ്രധാനപ്പെട്ട വോട്ടഭ്യർത്ഥിക്കേണ്ടവരും അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയവരായി ആരെങ്കിലുമൊക്കെ കാണേണ്ടവരുണ്ടെങ്കിൽ അവരെയും കാണണം. പരസ്യപ്രചാരണത്തിന് കൂടുതൽ സമയം കിട്ടിയ വ്യക്തി കൂടിയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ വന്നതുകൊണ്ട് അതിൻ്റെ ആ തുടക്കം മുതലുണ്ടായിരുന്ന ഒരു ആവേശം അവസാനത്തിലും നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആത്മബന്ധം മുഴുവൻ ആളുകളുമായി എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതിനകത്തൊരു വലിയ മാറ്റം ഉണ്ടായില്ല. അപ്പോൾ കൂടുതലായി ആളുകൾ വലിയ തോതിൽ നമ്മളോടുള്ള ഒരു സ്നേഹവും അടുപ്പമൊക്കെ കാണിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയമോ മറ്റു നിലപാടുകൾക്കോ അപ്പുറത്താണ് ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും അടുപ്പവും ഉണ്ടായിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും വളരെ വ്യക്തവുമായിരുന്നു. അത് നൽകുന്നൊരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അതിൽ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എന്തായിരുന്നോ ആളുകളുമായി ഉണ്ടായിരുന്ന, ആളുകളുടെ ഇടയിലുണ്ടായിരുന്ന അന്നത്തെ ആവേശവും അന്നത്തെ സമീപനവും, അതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാത്ത അവരിലൊരാൾ ഇടുക്കിയിൽ നിന്ന് വീണ്ടും MP ആകണം എന്ന അവരുടെ ഒരു പൊതുവികാരം അത് വല്ലാതെ ആളുകളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇടുക്കിയിൽ നമ്മളിലൊരാൾ ജനപ്രതിനിധിയായി ഉണ്ടായ മാറ്റം അത് ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇടുക്കിക്കാരിലൊരാൾ, ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തെയാകെ ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരാൾ, അവർക്കൊപ്പം നിൽക്കുന്ന ഒരാൾ MP ആകണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വേറെ ചോയ്സ് ഇല്ല. അവരുടെ ചോയ്സ് ജോയ്സ് ആണ്. എല്ലാ ആശംസകളും. താങ്ക് യു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. കൊളംബോ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ട റസീനയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായങ്ങൾ നൽകുന്നത് നടപടി തുടങ്ങി. ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് മുഗ്രാൽപൂർ പുത്തൂർ സ്വദേശിനി റസീനയുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവരുടെ ബന്ധുക്കളുമായും ഹൈക്കമ്മീഷൻ ഓഫീസുമായും നോർക്ക അധികൃതർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. റസീനയുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പൊതുപ്രചാരണത്തിന് സമാപനം കുറിച്ച മുന്നണികൾ വൻ ബഹുജന റാലികൾ സംഘടിപ്പിച്ചു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും വൻ ജനപങ്കാളിത്തത്തോടെ റോഡ് ഷോ സംഘടിപ്പിച്ച LDF പ്രചാരണത്തിലെ മേൽക്കൈ കൊട്ടിക്കലാശത്തിലും ആവർത്തിച്ചു. UDFും NDAയും കാസർഗോഡും LDF പയ്യന്നൂരിലും കൊട്ടിക്കലാശ റാലികൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ
തുടക്കത്തിൽ തന്നെ പ്രചാരണത്തിൽ നേടിയെടുത്ത മേൽക്കൈ അവസാനം വരെ നിലനിർത്തിയതിന് സാക്ഷ്യമായി LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ റോഡ് ഷോയും പയ്യന്നൂരിൽ നടന്ന കൊട്ടിക്കലാശ റാലിയും. രാവിലെ മഞ്ചേശ്വരം ഒസങ്കടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിലാണ് LDF നേതാക്കൾക്കൊപ്പം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനും ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് നീങ്ങിയത്. 10,000 ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും സതീഷ് ചന്ദ്രന് പ്രത്യാഭിവാദനം ചെയ്ത് പിന്തുണ അറിയിച്ചു. 100 കണക്കിന് ബൈക്കുകളിൽ ചെങ്കൊടികളേന്തി യുവാക്കൾ സതീഷ് ചന്ദ്രനെ അനുഗമിച്ചു. പയ്യന്നൂർ നഗരത്തിൽ ചുവന്ന മനുഷ്യനദിയായി മാറി LDF സമാപന റാലി. UDF സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താൻ കാലിക്കടവിൽ നിന്നും കാസർഗോട്ടേക്ക് റോഡ് ഷോ നടത്തി. NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറിന്റെ കൊട്ടിക്കലാശ റാലി കാസർഗോഡ് നഗരത്തിലായിരുന്നു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും റാലിയിൽ പ്രസംഗിച്ചു. പ്രവർത്തകരിൽ വാനോളമുയർന്ന ആവേശം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പൊതുപ്രചാരണത്തിന് സമാപനം കുറിച്ച് നടന്ന കൊട്ടിക്കലാശത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ക്യാമറാമാൻ ഷൈജു ബലാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. പ്രചാരണ രംഗത്തെ മേധാവിത്വം കുട്ടിക്കലാശത്തിൽ നിലനിർത്തി കണ്ണൂരിലെ ഇടത് സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ. കണ്ണൂർ നഗരത്തെ ഇളക്കിമറിച്ച LDF റാലിയിൽ ആയിരങ്ങളാണ് നിരന്നു. കൊട്ടിക്കലാശത്തിനിടെ കണ്ണൂരിലും മട്ടന്നൂരിലും UDF പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു. കണ്ണൂർ നഗരം വൈകുന്നേരം 4 മണിയോടെ ചെങ്കടലായി മാറി. നഗരത്തിലേക്ക് LDF പ്രവർത്തകരുടെ നിലയ്ക്കാത്ത പ്രവാഹം. ബാൻഡ് മേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ അണിനിരന്ന LDF റാലി നഗരം ചുറ്റി KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് ഉറച്ച വിജയപ്രതീക്ഷയിൽ ശ്രീമതി ടീച്ചർ, EP ജയരാജൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KK രാഗേഷ്, MB ജയരാജൻ തുടങ്ങിയ LDF നേതാക്കൾ റാലിക്ക് നേതൃത്വം നൽകി. കൊട്ടിക്കലാശത്തിനിടെ കണ്ണൂരിലും മട്ടന്നൂരിലും കാസർഗോഡ് മണ്ഡലത്തിൽപ്പെട്ട പഴയങ്ങാടിയിലും സംഘർഷമുണ്ടായി. UDF പ്രവർത്തകരുടെ കല്ലേറിലും കയ്യേറ്റത്തിലും 15ഓളം LDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകളിൽ ആവേശ കൊടുമുടിയിലായിരുന്നു LDF പ്രവർത്തകർ. കണ്ണൂർ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം. പ്രചരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കണ്ട അച്ചടക്കം കൊട്ടിക്കലാശത്തിലും പ്രകടമായിരുന്നു. കണ്ണൂർ നഗരത്തിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. വടകരയെ ചെങ്കടലാക്കി കൊട്ടിക്കലാശം. 1.5 മാസമായി നടക്കുന്ന ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വീറും വാശിയും എല്ലാം കൊട്ടിക്കലാശത്തിൽ പ്രകടമായിരുന്നു. രാവിലെ തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ച P ജയരാജന്റെ റോഡ് ഷോ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനങ്ങളെ ആവേശഭരിതരാക്കി. ആയിരക്കണക്കിന് യുവജനങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ പ്രിയ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ഒന്നര മാസമായി നടക്കുന്ന ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വീറും വാശിയുമെല്ലാം കൊട്ടിക്കലാശത്തിൽ പ്രകടമായി. രാവിലെ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച P ജയരാജന്റെ റോഡ് ഷോ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ജനങ്ങളെ ആവേശഭരിതരാക്കി. ആയിരക്കണക്കിന് യുവജനങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ പ്രിയ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വൈകിട്ട് 3 മണിയോടെ LDF പ്രവർത്തകർ പഴയ സ്റ്റാൻഡ് പരിസരത്തേക്ക് അലയടിച്ചെത്താൻ തുടങ്ങി. 5 മണിയോടെ ജനസാഗരമായി. മുദ്രാവാക്യം വിളിയും ബാൻമേളങ്ങളും. 5:30യോടെ സ്ഥാനാർത്ഥി P ജയരാജന്റെ മാസ് എൻട്രി. പ്രവർത്തകരുടെ ആവേശം കൊടുമുടിയിലെത്തി. ഈ പ്രചാരണത്തിന്റെ അവസാന നിമിഷത്തിൽ ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ ഒരു കാര്യം കൂടി പ്രഖ്യാപിക്കുന്നു. ഏപ്രിൽ 23-ാം തീയതി പോളിംഗ് നടന്ന് മെയ് 23-ാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര ഭൂരിപക്ഷം ഇവിടുത്തെ LDF-ന്. വടകരയിൽ P ജയരാജന്റെ വിജയം ഉറക്കെ പ്രഖ്യാപിച്ചാണ് 10,000 കൊട്ടിക്കലാശത്തിൽ അണിചേർന്നത്. കടത്തനാടൻ മണ്ണ് അക്ഷരാർത്ഥത്തിൽ ചുവന്നു തൊടുത്തു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ഇപ്പോൾ കോട്ടയത്ത് നിന്നും പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കോട്ടയത്ത് എത്ര ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എവിടെ നിന്നാണ് ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്? 9 മണ്ഡലങ്ങളിലായി 1564 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളാണുള്ളത്, ബൂത്തുകളാണുള്ളത്. ഇവിടേക്ക് എല്ലാം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ സെമിനാരി സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ പ്രധാനമായും വിതരണം ചെയ്യുന്നത് കോട്ടയം, അതുപോലെ തന്നെ ഏറ്റുമാനൂർ മണ്ഡലങ്ങളുടെ പോളിംഗ് സാമഗ്രികൾ
ഇവിടെ എത്തിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടിയിട്ട് അതിനുള്ള വിതരണ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിക്കുകയാണ്. കോട്ടയം മണ്ഡലത്തിലാകട്ടെ 1196 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ ഉൾപ്പെട്ട പിറവം അടക്കമുണ്ട്. ആ പിറവത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പ്രധാനമായി നടക്കുന്നത് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ സംബന്ധിച്ചുള്ള വിതരണത്തിന് അല്ലെങ്കിൽ ഈ സാമഗ്രികൾ കൈപ്പറ്റാൻ വേണ്ടി ഉദ്യോഗസ്ഥരെല്ലാവരും പ്രധാനമായും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ കൃത്യമായ രീതിയിൽ അറിയിപ്പുകളും മറ്റും നൽകി നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ച് അതനുസരിച്ചിട്ടാണ് ഓർഡർ പ്രകാരം വിടുമെന്ന് എല്ലാവരും. എന്തായാലും രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ വലിയ ഒരു തിരക്ക് തന്നെ ജില്ലയിൽ പ്രധാനമായും 564 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളാണുള്ളത്. ഇവിടെ എല്ലാ സാമഗ്രികളും പ്രധാനമായും 7 കേന്ദ്രങ്ങൾ ജില്ലയിലുണ്ട്. ഇത് വിതരണം ചെയ്യാനായിട്ടുള്ള 7 കേന്ദ്രങ്ങളിലൂടെയാണ് പ്രധാനമായും വിതരണം. കടുത്തുരുത്തി മണ്ഡലത്തിൻ്റേത് പല സ്കൂളിലാണ്, പല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ഒപ്പം വൈക്കം അങ്ങനെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനവും കാര്യക്ഷമമായി തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് വിതരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രധാനമായും കടുത്തുരുത്തിയിലേത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല, പുതുപ്പള്ളി മണ്ഡലത്തിലേക്കുള്ളത് വിതരണം ചെയ്യുന്നത് ബസേലിയസ് കോളേജാണ്. കോട്ടയത്തെ ബസേലിയസ് കോളേജിൽ നിന്നും വൈക്കത്ത് ആശ്രമം സ്കൂളാണ്. പാലാ മണ്ഡലത്തേക്കുള്ളത് കാർമൽ പബ്ലിക് സ്കൂൾ പാല. കോട്ടയത്തെയും അതുപോലെ തന്നെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെയുമാണ് MD ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയത്ത് നിന്നും വിതരണം ചെയ്യുന്നത്. എന്തായാലും വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വാഹനങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കൃത്യമായി കൈപ്പറ്റിയ ശേഷം അതത് ബൂത്തുകളിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങളടക്കം കൃത്യമായ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രശാന്ത്, പ്രശ്നബാധിത ബൂത്തുകളിൽ ഏത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? എത്ര മണിയോടുകൂടി ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകും? ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂ. മുഴുവൻ ഉദ്യോഗസ്ഥരും ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഇവിടെ വിതരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. സംബന്ധിച്ച് ജില്ലയിൽ 116 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇതിൽ 13ഓളം ബൂത്തുകളാണ് അതീവ ജാഗ്രത പുലർത്തേണ്ട ബൂത്തുകൾ. ഇവിടെയെല്ലാം തന്നെ കേന്ദ്രസേനയുടെ അടക്കമുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റ് 43 ബൂത്തുകളിലും പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാം തന്നെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി കണക്കെടുത്തുകൊണ്ട് തന്നെയാണ് അതിന് വിഭാഗിച്ചിരിക്കുന്നത്. മാത്രവുമല്ല പ്രശ്നബാധിത ബൂത്തുകളുടെ അതീവ പ്രശ്നബാധിത ബൂത്തുകളുടെ എല്ലാം മുഴുവൻ നിയന്ത്രണവും പ്രധാനമായും തന്നെയായിരിക്കും. അതനുസരിച്ചുള്ള സാമഗ്രികൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് ജില്ലയെ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ 3452ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലഭ്യമായിട്ടുള്ള കണക്കുകൾ. അതനുസരിച്ച് ജില്ലാ പോലീസ് മേധാവി കൂടാതെ SP, DYSPമാർ എല്ലാവർക്കും പ്രത്യേകം ചുമതലകൾ നൽകിക്കൊണ്ട് തന്നെ പ്രശ്നബാധിത ബൂത്തുകളുടെ എല്ലാം തന്നെ ഭാഗത്ത് ക്രമീകരണങ്ങൾ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ മാത്രമാണ് പ്രധാനമായിട്ടും കേന്ദ്രസേനയടക്കം വിന്യസിപ്പിച്ചിട്ടുള്ളത്. ശരി പ്രശാന്ത്. കോഴിക്കോട്ട് ഗ്രാമപ്രദേശങ്ങളെയും നഗരത്തെയും ആവേശഭരിതമാക്കി മുന്നണികളുടെ റോഡ് ഷോകളും കലാശക്കൊട്ടും. രാവിലെ മുതൽ നടക്കുന്ന റോഡ് ഷോകളുടെ അവസാനം പാളയം ജംഗ്ഷനിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ അക്ഷരാർത്ഥത്തിൽ ശക്തിപ്രകടനമായി മാറി. വാശിയേറിയ ശക്തിപ്രകടനം തന്നെയായിരുന്നു കോഴിക്കോട്ടെ കലാശക്കൊട്ട്. കഴിഞ്ഞ ഒരു മാസത്തെ ബൂത്തുതല പര്യടനങ്ങൾ, കുടുംബയോഗങ്ങൾ, സ്ഥാനാർത്ഥി പൊതുയോഗങ്ങൾ എന്നിവ കഴിഞ്ഞ് പരസ്യപ്രചാരണത്തിന്റെ കലാശക്കൊട്ട് ബാൻഡ് മേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും ബൈക്ക് റാലികളുടെയും പ്രവാഹമായി. കോഴിക്കോട് പാളയം റോഡ് കേന്ദ്രീകരിച്ചാണ് 3 മുന്നണികളും കലാശക്കൊട്ട് നടത്തിയത്. ഇത്തവണ മണ്ഡലം പിടിച്ചടക്കുമെന്ന ശക്തിപ്രകടനം തന്നെയായിരുന്നു ഇടതുപക്ഷത്തിലെ കലാശക്കൊട്ട്. കോഴിക്കോട്ടെ മതേതര മനസ്സ് വികസനം നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് A. പ്രദീപ് കുമാർ പറഞ്ഞു. മതേതരത്വത്തിനുള്ള വോട്ട് പാഴായി പോകാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യുക. കേന്ദ്രത്തിൽ എന്തു വന്നാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടെ BJPയുടെ വർഗീയ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ടൊരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരും. മണ്ഡലത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ബാൻഡ് വാദ്യങ്ങളും ബൈക്ക് റാലികളുമായി എത്തിയ പ്രവർത്തകരുടെ ആവേശം ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പിക്കുന്നതായിരുന്നു.
ഉമേഷിനൊപ്പം ടി വി ജോഷില. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എത്ര ബൂത്തുകളാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത്? എവിടെ നിന്നാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അശ്വതി, എറണാകുളം ജില്ലയിൽ ഒട്ടാകെ 2251 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാനുള്ള സാമഗ്രികൾ ഓരോ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് വിതരണം ചെയ്യാനുള്ള പോളിംഗ് സാമഗ്രികൾ ഓരോ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും വിതരണം നടക്കുന്നുണ്ട്. അതിനുള്ള സെന്ററുകൾ ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്യുന്ന എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. ആ സെന്ററിലാണ് ഞാനുള്ളത്. ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ഇപ്പോൾ ആ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അതായത് ഈ ഓഫീസർമാർ എല്ലാവരും ഹാജരുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. അവർ ഹാജരായി എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കുമുള്ള സാമഗ്രികൾ ഓരോ ഉദ്യോഗസ്ഥർക്കും കൊടുത്തുവിടും. അതാത് ടീമുകൾ വന്ന് അത് കൈപ്പറ്റുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഉച്ചവരെ നീളം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരെ ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2251 പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികളാണ് വിതരണം ചെയ്യേണ്ടത്. ഈ 2251 പോളിംഗ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് എറണാകുളം ജില്ല ഒട്ടാകെയാണ്. എറണാകുളം ജില്ല നമുക്കറിയാവുന്നതുപോലെ 2 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അത് എറണാകുളം ചാലക്കുടിയും. അതിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ 82 പോളിംഗ് സ്റ്റേഷനുകൾ. അതിൽ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുള്ള നിയോജക മണ്ഡലം എന്ന് പറയുന്നത് 65 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. ചാലക്കുടിയിൽ 185 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2251 പോളിംഗ് സ്റ്റേഷൻ ഉള്ളതിൽ ചില സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ അല്പസമയത്തിനകം തന്നെ സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. ഉമേഷാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് റിപ്പോർട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പരസ്യപ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങൾ മലപ്പുറം ആവേശമാക്കി. കുന്നുമ്മലിൽ മുഴുവൻ മുന്നണികളും സംഗമിച്ചതോടെ മലപ്പുറം ഇളകി മറിഞ്ഞു. UDF പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കല്ലേറ് തുടങ്ങിയതോടെ പോലീസ് ലാത്തി വീശി. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നാരംഭിച്ച റോഡ് ഷോകൾ 3 മണിയോടെ മലപ്പുറം കുന്നുമ്മലിൽ സംഗമിച്ചു. പിന്നെ ആവേശം നിറഞ്ഞ കാഴ്ചകളായിരുന്നു. ഓരോ മുന്നണികൾക്കും നഗരത്തിൽ കുന്നുമ്മൽ റൌണ്ടിനോട് ചേർന്ന് ഓരോ ഭാഗങ്ങൾ നിശ്ചയിച്ചു നൽകിയിരുന്നു. LDF സ്ഥാനാർത്ഥി VP സാനുവിന്റെ റോഡ് ഷോ എത്തിയതോടെ മലപ്പുറം ഇളകിമറിഞ്ഞു. മലപ്പുറം ചുവന്നു തുടങ്ങിയതിന്റെ ആവേശക്കാഴ്ചയായിരുന്നു അത്. SDPI സ്ഥാനാർത്ഥി അബ്ദുൾ മജീദ് ഫൈസി, BJP സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ കലാശക്കൊട്ട് സമയത്ത് കുന്നുമ്മലിലെത്തി. എന്നാൽ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി കൊട്ടിക്കലാശത്തിന് നഗരത്തിൽ പങ്കെടുത്തില്ല. ഇതിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. LDF UDF പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടായി. പോലീസ് ഇടപെട്ട് ഇരുവിഭാഗത്തെയും ശാന്തരാക്കി. കൃത്യം 5 മണിയോടെ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചു. മുന്നണികളുടെ പ്രവർത്തകർ മലപ്പുറം കുന്നുമ്മലിൽ സംഗമിച്ചപ്പോൾ മലപ്പുറം അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ ആവേശക്കടലായി മാറി. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്, കൈരളി ന്യൂസ്. 1 മാസത്തോളം നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആവേശമാക്കി തൃശൂർ. ചാവക്കാട് പട്ടണമടക്കം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ ആവേശകരമായ കൊട്ടിക്കലാശത്തോടെയാണ് പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങിയത്. പ്രചാരണ മേഖലയിൽ ലഭിച്ച മുൻകൈ കൊട്ടിക്കലാശത്തിലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF നിലനിർത്തി. ചാവക്കാട് പട്ടണം ഇന്നോളം കണ്ടിട്ടില്ലാത്ത കൊട്ടിക്കലാശത്തോടെയാണ് LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ പരസ്യപ്രചാരണത്തിന് സമാപനമായത്. ആയിരക്കണക്കിന് പ്രവർത്തകർ കൊടികൾ വീശിയും വാദ്യമേളങ്ങളുമായി പട്ടണത്തിൽ ഒത്തുചേർന്നതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി. നാസിക് ഡോളിന്റെ ശബ്ദഘോഷങ്ങളും ചെണ്ടയുടെ താളമേളവും പ്രവർത്തകരുടെ ആവേശവും ചാവക്കാടിനെ പിടിച്ചുകുലുക്കി. പ്രചാരണ വാഹനത്തിന്റെ മുകളിൽ കയറി ഓട്ടപ്രതിച്ച രാജാജി മാത്യു തോമസ്
പ്രവർത്തകർക്ക് ആവേശമായി. ചാവക്കാടിന്റെ തീരദേശ മണ്ണിൽ LDFന് ശക്തി വിളിച്ചോതിക്കൊണ്ടായിരുന്നു കൊട്ടിക്കലാശം സമാപിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തൃശൂർ മണ്ഡലത്തിലുണ്ടായിരുന്ന മേൽക്കൈ കൊട്ടിക്കലാശത്തിലും LDF നിലനിർത്തി. മണ്ഡലത്തിൽ കാര്യമായ അക്രമ സംഭവം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൂരപ്പെരുമ കൊണ്ട് പേരുകേട്ട തൃശൂരിന്റെ മണ്ണിൽ ആവേശം കൊട്ടിക്കയറിയപ്പോൾ മണ്ഡലത്തിൽ ഇടനാധിപത്യം വ്യക്തമാണ്. വലിയ ആവേശം, വലിയ ജനപങ്കാളിത്തം, മുഴുവൻ പ്രവർത്തകരെയും അണിനിർത്തിക്കൊണ്ട് തന്നെ LDF കൊട്ടിക്കലാശം ഗംഭീരമാക്കിയപ്പോൾ ഈ ജനപങ്കാളിത്തം LDFന്റെ വിജയത്തിന് കാരണമാണെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് തൃശൂരിലെ LDF നേതാക്കൾ. ക്യാമറാമാൻ PP സെലിനൊപ്പം BS അബ്രാം, തൃശൂർ. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി PV അൻവർ സഞ്ചരിച്ച പ്രചാരണ വാഹനം ലീഗ് പ്രവർത്തകർ തടഞ്ഞു. ബൈക്ക് റാലിയിൽ പങ്കെടുത്ത LDF പ്രവർത്തകരെ ആക്രമിച്ചു. പുത്തനത്താടിയിലാണ് PV അൻവറിനെ തടഞ്ഞത്. വൻ ആവേശത്തോടെയാണ് പരസ്യപ്രചാരണം അവസാനിച്ചത്. ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് കലാശക്കൊട്ട് ഒഴിവാക്കി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പുത്തൻ വീട്ടിൽ മുഴുവൻ സമയവും റോഡ് ഷോയിൽ പങ്കെടുത്തു. കോട്ടക്കൽ, തിരൂർ മണ്ഡലങ്ങളിലൂടെ നടന്ന റോഡ് ഷോയിൽ ആവേശം തീർത്ത് നൂറുകണക്കിന് പ്രവർത്തകർ ബൈക്ക് റാലിയിൽ അണിചേർന്നു. വൈകിട്ട് 5:30 പുത്തനത്താണിയിലെത്തിയപ്പോഴാണ് അൻവർ സഞ്ചരിച്ച വാഹനം ലീഗ് പ്രവർത്തകർ തടഞ്ഞത്. പരസ്യപ്രചരണം 5 മണിയോടെ അവസാനിച്ചെന്ന് പറഞ്ഞായിരുന്നു ലീഗ് അതിക്രമം. സംഘർഷത്തിൽ ബൈക്ക് റാലിയിൽ പങ്കെടുത്ത പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. ലീഗുകാർ ബോധപൂർവം സംഘർഷമുണ്ടാക്കുകയായിരുന്നുവെന്ന് PV അൻവർ പറഞ്ഞു. 6 മണിക്ക് ഈ പോയിന്റിലെത്താനുള്ള പോക്കാണ്. 5:30 മണിക്കാണ് ലീഗിൻ്റെ ഗുണ്ടകളവിടെ വെച്ച് തടുക്കുന്നത്. അത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ ലീഗിന് പരാജയം വരുമ്പോണ്ടാകുന്ന ഫാസിസ്റ്റ് സ്വഭാവം അത് ഇവിടെയും കാണിച്ച് ചില പ്രവർത്തകർക്ക് പരിക്കുണ്ട്. ആ പ്രവർത്തകരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുന്നുണ്ടാവും. പോലീസിൽ നമ്മൾ പരാതി നൽകുന്നു. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറും റോഡ് ഷോയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കോട്ടക്കലിലെ കുട്ടിക്കലാശത്തിലും പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി VT രമയും അവസാന ദിനം റോഡ് ഷോയുമായി പ്രചാരണം നടത്തി. ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒടുവിലാണ് 5:30 മുസ്ലിം ലീഗ് പ്രവർത്തകർ LDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ വാഹനം തടഞ്ഞുനിർത്തുന്ന നിലയുണ്ടായത്. എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ പോലീസ് ഇടപെട്ടത് കാരണം അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു. ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം പുത്തനത്താണിയിൽ നിന്നും AK ലതീഷ്.